അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻവാല. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഈ സന്ദർഭത്തിൽ നമ്മളെല്ലാവരും ബുദ്ധിമുട്ടുന്ന ഒന്നാണ് ശക്തമായ ചൂടിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും. അത്തരമൊരു സാഹചര്യത്തിൽ ദാഹിച്ചു വലയുന്ന, നാക്ക് വലഞ്ഞു പോകുന്ന നമുക്ക് ഒരൽപ്പം വെള്ളം കുടിക്കാൻ കിട്ടിയാൽ അതിൻ്റെ അനുഗ്രഹവും നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഇത്തരം ദാഹജലത്തിന് വേണ്ടിയുള്ള പ്രയാസങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ വലയുന്ന നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി, ഇതിനേക്കാൾ ശക്തമായ ചൂടും ഇതിനേക്കാൾ ശക്തമായ വരൾച്ചയും ദാഹനീരിനായി, കുടിനീരിനായി മനുഷ്യൻ നെട്ടോട്ടമോടുന്ന ഒരു വല്ലാത്ത ലോകത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തിട്ടുണ്ട്. സൂര്യൻ തലക്ക് മുകളിൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന മഹ്ശറയുടെ സന്ദർഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫയകൂനു നാസു അലാ ഖദ്രി അഅമാലിഹിം ഫിൽ അറം. ഓരോരുത്തരും അവരവരുടെ പ്രവർത്തനങ്ങളുടെ തോതനുസരിച്ച് വിയർപ്പിൽ മുങ്ങിക്കുളിച്ചു നിൽക്കും. ഫമിൻഹും മൻ യകൂനു ഇലൽ കഅബൈൻ. ചിലരുടെ കണങ്കാല് വരെയും വിയർപ്പിൽ മുങ്ങി നിൽക്കുന്നുണ്ടാകും. വേറെ ചില ആളുകളുടെ മുട്ടുവരെയും, വേറെ ചില ആളുകളുടെ അരക്കെട്ട് വരെയും, വേറെ ചില ആളുകളുടെ മൂക്കുവരെയും വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന ഒരു ദിവസത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതീവ ഗൗരവത്തോടു കൂടി നമുക്ക് താക്കീത് ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ മഹ്ശറയിൽ അള്ളാഹു സത്യവിശ്വാസികളെ ആദരിച്ചുകൊണ്ട് പ്രത്യേകമായി നൽകുന്ന പല അനുഗ്രഹങ്ങളും ഹദീസുകളിലും ആയത്തുകളിലും കാണാം. അതിൽപ്പെട്ട ഒന്നാണ് അൽ ഹൗലുൽ കൗസർ. അള്ളാഹു ആദരിച്ചു നൽകുന്ന മഹ്ശറ മുറ്റത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലൂടെ വിശ്വാസികൾക്ക് പാനം ചെയ്യുവാൻ, കുടിക്കുവാൻ പറ്റുന്ന ആ പാനീയം. ഇന്ന ലികുല്ലി നബിയ്യിൻ ഹൗല. എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു അങ്ങനെ ഒരു ഹൗല്, ഒരു ജലാശയം സജ്ജീകരിച്ചിട്ടുണ്ടാകും. അതിലേറ്റവും കൂടുതൽ ആളുകൾ വന്ന് വെള്ളം കുടിക്കുന്ന ഹൗല് എന്റേതായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച ഹദീസ് ഇമാം തിർമിദിയുടെ ജാമിഉ തിർമിദിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സ്വർഗത്തിലെ നദിയിൽ നിന്ന് പുറത്തു വരുന്ന ജലം ഒരു തടാകമായി സംവിധാനിച്ച മഹ്ശറ മുറ്റത്തെ ഹൗലുൽ കൗസർ നിഷേധിച്ചവരുണ്ട്. പക്ഷേ ഹദീസുകളെ പരിഹസിക്കുന്ന, ഹദീസുകളുടെ നിജസ്ഥിതി അറിയാതെ ആക്ഷേപിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന ആളുകൾ മുൻകാലങ്ങളിൽ ഉണ്ടായതുപോലെ ഇന്നും അവരുടെ പാരമ്പര്യം തുടരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ നിരവധി ഹദീസുകളിലൂടെ വന്ന വിഷയമാണ്. അതിൻ്റെ സവിശേഷതകളും പ്രത്യേകതകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് കിട്ടാൻ അവിടത്തെ കുടിനീരിനായി മനുഷ്യന്മാർ, ജനകോടികൾ വെപ്രാളപ്പെടുമ്പോൾ, പ്രയാസപ്പെടുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹമായി കിട്ടുന്ന ആ ഹൗലുൽ കൗസർ നിഷേധിക്കപ്പെടാതിരിക്കാൻ ആഗ്രഹിക്കുകയും കൊതിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനനുകൂലമായി പ്രവർത്തിക്കുകയുമാണ് വിശ്വാസികൾ ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് നീണ്ട ഒരു തടാകമാണ്. വഇന്ന ഫീഹി മിനൽ അബാരീഖ് ബിഅദദി നുജൂമിസ് സമാ. ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ്. ആകാശങ്ങളിലെ നക്ഷത്രങ്ങളുടെ എണ്ണത്തിന് സമാനമായ അത്ര കോപ്പകൾ, കപ്പുകൾ ആ തടാകത്തിലുണ്ടാകും. അതിലെ വെള്ളത്തിന്റെ സവിശേഷത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശദ്ദു ബയാദൻ മിനൽ ലബൻ. പാലിനേക്കാൾ വെണ്മയാർന്നതാണ്, വെളുത്തതാണ്. വ അഹ്ലാ മിനൽ അസൽ. തേനിനേക്കാൾ മധുരിമയുള്ളതാണ്, മധുരമുള്ളതാണ്. ഇമാം മുസ്ലിമിന്റെ റിവായത്തിൽ അത് കാണാം. മറ്റൊരു റിപ്പോർട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇപ്രകാരമാണ്, മൻ ശരിബ മിൻഹു ലം യളമ ബഅദഹ അബദ. അതിൽ നിന്ന് ഒരിക്കൽ കുടിക്കുവാൻ സാധിച്ച ആൾക്ക് പിന്നീട് ദാഹിക്കുകയില്ല, ദാഹത്തിന്റെ വിഷമതകൾ അയാളെ പിടികൂടുകയില്ല. ഇമാം തിർമിദി, ഇബ്നു മാജ, ഇമാം ഹാക്കിം റഹിമഹുമുല്ലാഹു ജമീഅ ഉദ്ധരിച്ച റിവായത്തിലാണ് അത് കാണാൻ സാധിക്കുക. അത്തരം സാഹചര്യങ്ങളിൽ ആ ഹൗലുൽ കൗസറിന്റെ വെള്ളം നമുക്ക് നിഷേധിക്കപ്പെടാതിരിക്കാൻ, അവിടെ വെള്ളം കിട്ടാൻ നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. സൂറത്ത് അൽ കൗസർ, ഖുർആനിലെ 108-ാമത്തെ അധ്യായം അവതരിക്കുന്നത് അത്തരം ഒരു പശ്ചാത്തലത്തിലാണ്. ആ ഖുർആനിലെ വചനങ്ങളുടെ താല്പര്യം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. പരലോകത്ത് മഹ്ശറയിൽ ഹൗലുൽ കൗസറിന്റെ വെള്ളം കിട്ടാൻ ശരിയായ തൗഹീദിൽ അധിഷ്ഠിതമായി നമസ്കാരവും മറ്റ് ഇബാദത്തുകളും അള്ളാഹുവിന് മാത്രമായി സമർപ്പിച്ച് ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയല്ലാത്ത മറ്റെല്ലാ ബിദ്അത്തിന്റെയും
ചിന്താഗതികളും പ്രവർത്തനങ്ങളും കൈയൊഴിച്ച് നേരായ അഹ്ലുസുന്നയുടെ പാതയിൽ നിൽക്കുന്ന ആളുകൾക്കാണ് അത് കിട്ടുക എന്ന കാര്യം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയും പറയുന്നത് കാണാം. അല്ലാഹു ആ മഹ്ശറയിൽ വെള്ളം നൽകി ആദരിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ അവതരിപ്പിക്കുന്നു അറിവിനൊപ്പം തിരിച്ചറിവ്, നേർവഴി, ഒരു ഓൺലൈൻ പഠന സംരംഭം. എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.